വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി അഫാനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രതി ഹാജരാക്കുക. പാങ്ങോട് പോലീസ് അഫാനെ ഇന്ന് തന്നെ കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപേക്ഷ കൊടുക്കുമെന്നാണ് പറയുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, യഥാർത്ഥത്തിൽ എല്ലാ കേസിലും ഇയാളെ പ്രതിയാക്കി കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ. എന്തായാലും 3 പോലീസ് സ്റ്റേഷനുകളിലാണ് കേസുകളുള്ളത്. ഒന്ന് കിളിമാനൂർ, ഒന്ന് പാങ്ങോട്, ഒന്ന് വെഞ്ഞാറമൂട് സ്റ്റേഷനുകളിൽ. ഇന്നലത്തോടുകൂടി എല്ലാ കേസിലും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി അടുത്ത ഏറ്റവും സുപ്രധാനമായ നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുകയാണ്. ഇന്ന് കോടതിയിൽ, നെടുമങ്ങാട് കോടതിയിൽ ഈ പ്രതിയെ ഹാജരാക്കും. അതിനുശേഷം ആദ്യ കേസിൽ, അതായത് പാങ്ങോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ആദ്യ കേസിൽ കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതിയിൽ നൽകും. നെടുമങ്ങാട് കോടതിയിലായിരിക്കും കസ്റ്റഡി അപേക്ഷ നൽകുക. 3 ദിവസത്തെ കസ്റ്റഡിയിൽ കിട്ടണമെന്നുള്ള ആവശ്യമായിരിക്കും നൽകുക. ഇന്ന് തന്നെ അഫാനെ പോലീസ് കസ്റ്റഡിയിൽ വിടാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ നാളെയോ ഇന്ന് രാത്രിയോടുകൂടിയെല്ലാം തെളിവെടുപ്പുണ്ടാകും. കാരണം പകൽ സമയങ്ങളിലെല്ലാം തെളിവെടുപ്പുണ്ടായി കഴിഞ്ഞാൽ പ്രാദേശികമായ വലിയ എതിർപ്പുകളോ രോക്ഷപ്രകടനങ്ങളോ എല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങാത്ത, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പ്രതിഷേധങ്ങളോ പ്രാദേശികമായ വലിയ പ്രതിഷേധങ്ങളോ ഒന്നും ഉണ്ടാകാത്ത സമയം നോക്കിയായിരിക്കും പോലീസിൻ്റെ തെളിവെടുപ്പ്. ഏറ്റവും സുപ്രധാനമായ നടപടിക്രമം അതാണ്. അഫാൻ ഇപ്പോഴും താൻ ചെയ്ത കാര്യങ്ങളെല്ലാം കൃത്യമായി പോലീസിനോട് പറയുന്നുണ്ട്. അത് ആ സ്ഥലത്തെത്തിച്ച്, അതായത് പാങ്ങോട് ആദ്യ കൊലപാതകം നടത്തിയ സ്ഥലത്തെത്തിച്ച് അതെല്ലാം വിവരിച്ച് കഴിയുമ്പോൾ തന്നെ ഏറ്റവും നിർണായകമായ തെളിവ് പോലീസിനായി കഴിയും. അതുകൊണ്ട് തന്നെ ഏറ്റവും സുപ്രധാനമായ നടപടിക്രമമാണ് ഈ കേസിൽ. അതുകൊണ്ട് തന്നെ പോലീസ് ആ നടപടിക്രമം ഒരു തടസ്സവുമില്ലാതെ ചെയ്യാൻ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെഞ്ഞാറമൂടും പാങ്ങോടും ഒപ്പം കിളിമാനൂർ സ്റ്റേഷൻ പരിധിയിലുമെല്ലാം എത്തിക്കുമ്പോൾ ഇത്തരത്തിൽ മറ്റ് പ്രതിഷേധങ്ങളൊന്നും ഉണ്ടാകാതെ വളരെ കരുതലോടെയായിരിക്കും പോലീസിൻ്റെ തെളിവെടുപ്പ് നടപടികൾ ഉണ്ടാവുക. എസ് കെ നൽകിയത്.